ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. ഐ നോ നിങ്ങളെല്ലാവരും വന്നിട്ട് കുറച്ചധികം നേരമായി. ഇന്നത്തെ ദിവസത്തെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം നമ്മുടെ ഓണറബിൾ ഹോം മിനിസ്റ്റർ ഇസ് ഓൺ ദ വേ. അപ്പോൾ പുള്ളി വരുന്ന വരെ നമ്മൾ കുറച്ച് സമയം കൂടെ സോപാന സംഗീതം ആസ്വദിക്കാം. അത് കഴിഞ്ഞ് ഇന്നത്തെ കാര്യപരിപാടിയിലേക്ക് നമുക്ക് കയറാം. ആൻഡ് താങ്ക്സ് ഫോർ യുവർ പേഷ്യൻസ്. ശരിക്കും ഇങ്ങനെ ഒരു അസുലഭ നിമിഷം ഒരു മലയാള സിനിമ ആസ്വാദകനും അല്ലെങ്കിൽ ഈ ഒരു മലയാള സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആയിട്ടുള്ള മീഡിയ ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം ഐ തിങ്ക് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും 18ാം പടിയുടെ മുന്നിൽ വെച്ച് ഈ ഒരു സന്നിധാനത്തിൽ വെച്ച് അയ്യപ്പൻ്റെ എല്ലാ അനുഗ്രഹത്തോടും കൂടെ നമ്മളിവിടെ തുടങ്ങുകയാണ്. ഹരിവരാസനം സിനിമയുടെ പൂജയ്ക്കായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഈ ഒരു ധന്യ നിമിഷം നമുക്ക് തുടങ്ങാം ഒരു സോപാന സംഗീതത്തോടു കൂടെ ബൈ ശ്രീ അനിൽ സോപാനം. താങ്ക് യു വെരി മച്ച്. നമുക്കെല്ലാവർക്കും ഒരു 10 സെക്കൻഡ് കണ്ണടച്ച് മൗന പ്രാർത്ഥനയോടുകൂടെ ഈ ജ്വലിച്ച് കത്തുന്ന വിളക്കിൻ്റെ മുന്നിൽ വെച്ച് ഇന്നത്തെ ഈ ഒരു പൂജാകർമ്മം ആരംഭിക്കാം. അപ്പം കൻ വി ഹാവ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു 10 സെക്കൻഡ്സ്. താങ്ക് യു വെരി മച്ച്. അടുത്തതായി സ്വാഗതം പറയാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ ഹരിവരാസനം സിനിമയുടെ തിരക്കഥാകൃത്ത് ഡോക്ടർ അമ്പാടി. വെൽക്കം സാർ ഓൺ ടു ദി സ്റ്റേജ്. സ്വാമി ശരണം. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർകൾ, ഹരിവരാസനം സിനിമയുടെ നിർമ്മാതാവ് ശ്രീ അജിത് വിനായക അവർകൾ, നമുക്കെല്ലാം പ്രിയപ്പെട്ട ഈ സിനിമയുടെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീ സൈറ്റു കുറുപ്പ് അവർകൾ, സംവിധാനം നിർവഹിക്കുന്ന ശ്രീ രാജേഷ് നായർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളായ ശ്രീ മണിയമ്പിള്ള രാജുചേട്ടൻ, മുരളീകൃഷ്ണ, അതുപോലെ സർ, സുഹൃത്തുക്കളായ ശ്രീ എൻ പ്രശാന്ത് IAS, കൃഷ്ണൻ സേതുകുമാർ, മുഖ്യ കഥാപാത്രം അവതരിപ്പിക്കുന്ന സിത്താര. ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന ആൾക്കാരെയെല്ലാം ഞാൻ പേര് വിളിക്കുകയാണ്. ശ്രീ കരമന ചേട്ടൻ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ, സിനിമയിലെ അണിയറ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഹരിവരാസനം എന്ന ഈ സിനിമയുടെ പൂജ ഇവിടെ നിർവഹിക്കുന്ന ഈ സമയത്ത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം കൂടി ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഒരു
ഒരുപക്ഷെ ആദ്യമായിട്ട് ഓപ്പറേഷൻ തുഫാൻ ശ്രീ രമേശ് ചെന്നിത്തല അവர்கள் ആഭ്യന്തരമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം വളരെ നല്ല രീതിയിൽ സമൂഹത്തിന് ആശാവഹമായിട്ടുള്ള പ്രതീക്ഷ നൽകുന്ന ഈ പദ്ധതി നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ നടക്കുന്ന ഈ സമയത്ത് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് സമൂഹത്തിലെ എല്ലാ ആൾക്കാരുടെയും ഒരു ഉത്തരവാദിത്തമായിട്ട് ഞാൻ കരുതുകയാണ്. വിവിധ മേഖലകളിലുള്ള ആൾക്കാർ തുഫാൻ വാരിയേഴ്സായിട്ട് വന്ന് അതിനോടുള്ള ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസവും നമുക്ക് വളരെ ആശാവഹമായിട്ടുള്ള വാർത്തകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഹരിവരാസനത്തിൻ്റെ അണിയറ പ്രവർത്തകർക്ക് തോന്നിയ ഒരു കാര്യമായിരുന്നു, എന്തുകൊണ്ട് സിനിമ നമുക്കറിയാം സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം, സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും സിനിമയിലുണ്ട്. സിനിമയിൽ അങ്ങനെ പ്രത്യേകമായിട്ടൊന്നുമില്ല. പക്ഷേ സിനിമ ഒരു ഗ്ലാമർ മേഖലയായതുകൊണ്ട് മറ്റു മേഖലയിലുള്ളതിനേക്കാൾ കൂടുതൽ ഒരു മീഡിയ അറ്റൻഷൻ അല്ലെ ജനങ്ങളുടെ അറ്റൻഷൻ പലപ്പോഴും സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്ന് തന്നെ ചില മാറ്റങ്ങൾ തുടങ്ങുന്നത് നന്നായിരിക്കും എന്ന് നമുക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമയിലെ എല്ലാ ആൾക്കാരും, ഇതൊരു ദൈവസന്നിധിയിൽ നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിലെ എല്ലാ അണിയറ പ്രവർത്തകരും, കാസ്റ്റും ക്രൂ എല്ലാ ആൾക്കാരും ഈ ഒരു മഹത് ലക്ഷ്യത്തോട് അണിനിരന്നുകൊണ്ട് തുഫാൻ വാരിയേഴ്സായിട്ട് ഇതിനകത്ത് അണിനിരക്കാം എന്നൊരു തീരുമാനമെടുത്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അവരെ കാണുകയും ഈ ആശയം അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യുകയും അത് വളരെ നല്ലതാണെന്നും മുമ്പോട്ട് പോകണമെന്നും എല്ലാ പ്രചോദനവും അദ്ദേഹം നൽകുകയും ചെയ്തു. അപ്പം അങ്ങനെയുള്ള ഒരു വേദി കൂടെയാണിത്. ഈ സിനിമയിലെ എല്ലാ അണിയറ പ്രവർത്തകരും ഇവിടെ തുഫാൻ വാരിയേഴ്സായിട്ട് ഇന്ന് പ്രതിജ്ഞയെടുക്കും. അതിൽ സെലക്റ്റഡ് ആയിട്ട് ചില ആൾക്കാർക്ക് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി തന്നെ അദ്ദേഹം അതിൻ്റെ ആ ഒരു തുഫാൻ വാരിയർ എന്നുള്ള ആ ഒരു സ്റ്റിക്കർ അദ്ദേഹം നമുക്ക് പതിച്ചു തരും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിന് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ സന്മനസ് കാണിച്ച രമേശ് ചെന്നിത്തല സാർ, അദ്ദേഹത്തിനെ വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ്. ഞാനൊരു ഹരിപ്പാട്ടുകാരനാണ്. അദ്ദേഹത്തിന് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത് വളരെയേറെ പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെയേറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അങ്ങേ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഇവിടെ എത്തിച്ചേർന്നിട്ട് പല ആൾക്കാരും നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. എന്നാലും ഒരു ഔപചാരികതയുടെ പേരിൽ ഇതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള ശ്രീ അജിത് വിനായക അവர்கள் അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ മുഖ്യ വേഷം ചെയ്യുന്ന ശ്രീ സൈജു കുറുപ്പ് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നായികയായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന സിത്താര വിജയൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സിത്താരയെ സ്വാഗതം ചെയ്യുന്നു. വളരെയേറെ വേണ്ടപ്പെട്ട രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ചീഫ് കൺട്രോളർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ശ്രീ മോഹനൻ നായർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മണിയമ്പിള്ള രാജുചേട്ടൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മുരളീകൃഷ്ണ ഗായകനാണ്, നമ്മുടെ സിനിമയിൽ ഒരു ഗാനം ആലപിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മാഡത്തിന് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ എൻ പ്രശാന്ത്, ശ്രീ കൃഷ്ണൻ സേതുകുമാർ, സെൻസർ ഓഫീസർ നദീം എത്തിയിട്ടുണ്ട്. ശ്രീ രാജീവ്, ശ്രീ ചേച്ചി, ശ്രീ കർമ്മന ജയൻ അവറുകൾ, ശ്രീ കെ എം ഷാജഹാൻ, ശ്രീ മംഗളം ജയചന്ദ്രൻ, കാണുന്ന എല്ലാ ആൾക്കാരെയും ഇത്രയും പേര് എനിക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ അജിത് വിനായക ഫിലിംസിൻ്റെ നെടുന്തൂണുകളായ ശ്രീ ശരത് വിനായക, ശ്രീ സുബിൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ ജോൺ ആരോമൽ, നമ്മുടെ ഇവിടുത്തെ അതിൻ്റെ പ്രൊഡക്ഷൻ ഭാഗത്തു നിന്നുള്ള അവരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു കൊടുത്ത് ഡോക്ടർ സജി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ധാത്രി ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. അദ്ദേഹം 3-4 സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. SIT ഡയറക്ടർ അബുരാജ് എത്തിയിട്ടുണ്ട്. അബുരാജിനെ ഞാൻ ഇവിടെ ക്ഷണിക്കുകയാണ്. ഇനി പ്രധാനമായിട്ടും പറയാനുള്ള 2 കാര്യം, നമ്മുടെ അണിയറ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു സെറ്റ് ഇവിടെ നിർമ്മിച്ചത് ശ്രീ രാഖിലാണ്, ആർട്ട് ഡയറക്ടർ. രാഖിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിനെ അഭിനന്ദിക്കേണ്ടതാണ്. അപ്പോൾ രാഖിലിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമറാമാൻ ശ്രീ സജാദ് കപൂർ, എഡിറ്റർ ശ്രീ അജീഷ്, ചീഫ് അസോസിയേറ്റ് പാർത്ഥൻ, കോസ്റ്റ്യൂം ഡയറക്ടർ സ്റ്റെഫി സേവ്യർ, മേക്കപ്പ് ശ്രീ ഹസൻ വണ്ടൂർ, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ അണിയറ പ്രവർത്തകരെയും ഞാൻ ഈ
ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ പ്രതീക്ഷകളെക്കെല്ലാം അപ്പുറം വലിയൊരു ജനസഹസ്രവർത്തനം ശ്രീ രാജേഷ് പിള്ള ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരെയും മാധ്യമപ്രവർത്തകർ നല്ല രീതിയിൽ ഇവിടെ എത്തിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരുടെ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഞാനിതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KSFDCയുടെ ഒഫീഷ്യൽസ് ഉണ്ട്, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. നിങ്ങളുടെ എല്ലാ ആൾക്കാരെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഏതൊരു പ്രൊജക്റ്റും ഇപ്പം നിങ്ങൾ കാണുന്ന ഈ രൂപത്തിൽ ആവണമെങ്കിൽ, ഇനി അത് വളരെ സക്സസ്ഫുള്ളായ ആ ഒരു ഷൂട്ട് പ്രോസസ്സ് തീരണമെങ്കിൽ, അത് കഴിഞ്ഞത് തിയേറ്റർ വരണം, നമ്മുടെ മുന്നിൽ വരണം. നമ്മൾ വിചാരിക്കുന്ന എന്താ പറയുക, ഒരു സിനിമയിൽ നിന്നും എന്തൊക്കെ വേണം എന്നുള്ള രീതിയിൽ അത് നമ്മുടെ മുന്നിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല പ്രൊഡക്ഷൻ വേണം. ആ പ്രൊഡക്ഷൻ ആണ് സിനിമയുടെ ബാക്കി എന്തൊക്കെ ആരൊക്കെ വിചാരിച്ചാലും സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് പ്രൊഡക്ഷനാണ്. ആൻഡ് വി ഹാവ് എ സ്ട്രോങ് പ്രൊഡ്യൂസർ ഹിയർ ഫ്രം അജിത് വിനായക ഗ്രൂപ്പ്. ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. സർ അജിത് വിനായക ഓൺ ദ സ്റ്റേജ്, 2 വാക്ക് സംസാരിക്കാനായിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ വളരെ അഭിമാനമുണ്ട്. കാരണം ഈ സിനിമ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം മംഗളം ജയചന്ദ്രൻ അവர்களுം ഡോക്ടർ അമ്പാടിയും രാജേഷും കൂടെ എന്നെ കാണാൻ വന്നു. ഇതിൻ്റെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, ശരി, മലയാളത്തിൽ 13 പടങ്ങളും പ്രൊഡ്യൂസ് ചെയ്ത് 14ാമത്തെ സിനിമയാണിത്. അപ്പോൾ ഇങ്ങനൊരു സിനിമ ചെയ്യാം, അങ്ങനൊരു ഭാഗ്യം അയ്യപ്പൻ്റെ സ്വാമിയേ ശരണയ്യപ്പ, അതുപോലെ രമേശ് സാർ, എൻ്റെ വലിയ പദ്ധതി ഈ തൂഫാനെതിരെയുള്ള, സത്യം പറഞ്ഞാൽ സാർ ഇങ്ങനെ ഇതിനു മുമ്പും കുബേരക്കെതിരെ സാറാണ് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നു. അതുപോലെ രാജചേട്ടൻ, മണിമല രാജചേട്ടൻ, സൈജു, എൻ്റെ 2ാമത്തെ സിനിമയിലാണ് സൈജു. ഇങ്ങനെ നിലവിലുള്ള ഒരുപാട് കരമന, ഇതേപോലെയുള്ള ഒരുപാട് കലാകാരന്മാരോടുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രമേശ് സാറ് ഈ പറഞ്ഞ തുഫാൻ അത് വൻ വിജയമാവും. ഇനി വരുന്ന തലമുറകൾക്ക് നമുക്കിങ്ങനെയുള്ള ഒരു നാശങ്ങളും ഉണ്ടായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ നാമത്തിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. അടുത്തതായി നമുക്കൊരു തിരി തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം ധന്യമാക്കാം. അതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ ഓണറബിൾ ഹോം മിനിസ്റ്റർ ഓഫ് കേരള ശ്രീ രമേശ് ചെന്നിത്തല സർ. ഒപ്പം നമ്മുടെ ഹീറോ സൈജു കുറുപ്പ്, ഇവ ഞങ്ങളുടെ മറ്റൊരു ഹീറോയിൻ ഇവ, സർ 2 വാക്ക് നമുക്ക് വേണ്ടി. ഭരണം മാറിയിട്ട് മൈക്കിൻ്റെ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല. ഏതായാലും മൈക്ക് ഇനിയും വന്ന് ബുദ്ധിമുട്ടില്ല എന്ന് കരുതുകയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ
ഐശ്വര്യമാണ്. കോടാനുകോടി വരുന്ന ഭക്തജനങ്ങൾ ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തുന്നു. കലിയുഗവരദനായ അയ്യപ്പസ്വാമിയെ കാണാൻ ലോകം മുഴുവൻ എത്തുമെന്നുള്ളതാണ് വിശ്വാസം. ഏതായാലും ഹരിവരാസനം പാടിയാണ് അയ്യപ്പനെ ഉണർത്തുന്നത്. ആ പേര് തന്നെ ഈ സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കുറുപ്പുമായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയുണ്ട് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ 2 പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉണ്ട്, 2 നേരത്തെ ഉള്ള. ഒരാളാണെങ്കിൽ നിരന്തരം ചീഫ് സെക്രട്ടറിമാരുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ആളാണ്, മറ്റൊരാൾ സിനിമ പിടിക്കുന്ന ആളാണ്. 2 പേരും വലിയ കഴിവുകളുള്ള മഹാവ്യക്തിത്വങ്ങളാണ് 2 പേരും. എനിക്ക് അഭിമാനമുണ്ട്. ഈ 2 പേരും, അമ്പാടിയാണെങ്കിലും നമ്മുടെ പ്രശാന്ത് ആണെങ്കിലും, വലിയ കഴിവുകളുള്ള 2 വ്യക്തിത്വങ്ങളാണ്. കളക്ടർ ബ്രോ എന്നാണ് പ്രശാന്തിനെ അറിയപ്പെടുന്നത്. അദ്ദേഹം ആ കളക്ടറായി പോകേണ്ടത് കൊണ്ട് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അവിടേക്കാണ് അമ്പാടി വന്നത്. അപ്പോൾ 2 പേരും വലിയ കഴിവുകളുള്ള ആളുകളാണ്. നമ്മുടെ വിജയം നമ്മളുടെ സഹായിക്കുന്ന ആളുകളുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ 2 പേരുടെയും കഴിവുകൾ കൊണ്ടാണ്. തീർച്ചയായും പ്രശാന്താണെങ്കിലും അമ്പാടിയാണ് നിരവധി പടങ്ങൾ എടുത്തിട്ടുള്ള ഒരാളാണ്. ഈ ഹരിവരാസനവും അതുപോലെ ഒരു വൻ വിജയമാകട്ടെ. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ആളാണ്. ഇത്തവണ എൻ്റെ അമ്മ മരിച്ചു പോയതുകൊണ്ട് 1 വർഷത്തേക്ക് പോകരുത് എന്നുള്ള നിഷ്കർഷതയുള്ളത് കൊണ്ട് മാത്രമാണ് പോകാതിരുന്നിട്ടുള്ളത്. അടുത്ത തവണ മധുബാലു കൂടി എൻ്റെ കൂടെ ശബരിമലയ്ക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടുന്നവരായതുകൊണ്ട് ഈ പടം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഹരിവരാസനത്തിലൂടെ ലോകം മുഴുവൻ ഒരു പുതിയ സന്ദേശം നൽകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളീയ യുവത്വത്തെ തകർക്കുന്ന മയക്കുമരുന്നിനെതിരെ, രാസലഹരിക്കെതിരെ കേരള ഗവൺമെൻറ് ഓപ്പറേഷൻ തുഫാൻ എന്നൊരു പദ്ധതി നടപ്പാക്കുകയാണ്. ഇന്നത് 1 മാസമാവുകയാണ്. കഴിഞ്ഞ മാസം 2-ാം തീയതി ആരംഭിച്ചു. ഇന്ന് 2-ാം തീയതിയാണ്, ജൂലൈ 2 1 മാസമാണ്. ഈ 1 മാസക്കാലത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ അത്ഭുതകരമായ നിലയിൽ ഈ രാസലഹരിയുടെ ഉപയോഗിക്കുന്നവരെയും വിൽക്കുന്നവരെയും മാഫിയകളെയും ഒക്കെ അടിച്ചമർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് ഗവൺമെൻറ്. അപ്പോൾ അതിന് ഈ പടം ഡെഡിക്കേറ്റ് ചെയ്തു എന്നതിൽ ഏറ്റവും വലിയ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പടം ഹരിവരാസനം ഒരു വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സ്വാമി ശരണം. നമ്മുടെ ശബ്ദം ജനങ്ങൾ കേൾക്കാനായി മൈക്ക് വേണ്ട എന്ന് ഈ ഒരു ഇലക്ഷനോടുകൂടെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ്. സോ നമ്മൾ മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഒരു കംപ്ലീറ്റ് സിനിമ സെറ്റിലെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും അവരെ സ്വയം തൂഫാൻ വാരിയേഴ്സായി ഡിക്ലെയർ ചെയ്യാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ സാറ് നമുക്കൊരു നമ്മുടെ മെയിൻ കാസ്റ്റ് ആൻഡ് ക്രൂവിന് ഒരു തൂഫാൻ ബാഡ്ജ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ആദ്യമായി സ്റ്റാർട്ട്സ് വിത്ത് our hero സൈജു കുറുപ്പ്. ആദ്യത്തെ തുഫാൻ വാരിയർ ശ്രീ മോഹൻലാലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 2ാമത്തെ ഒരു സിനിമാ താരമായിട്ട് ശ്രീ സൈജു കുറുപ്പാണ് മുന്നോട്ട്. 10 വേറെ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട്, പക്ഷേ സിനിമയിൽ 2ാമത്തെ ആളത്. താങ്ക് യു വെരി മച്ച്. അടുത്തതായി ഞങ്ങളുടെ ഡയറക്ടർ ശ്രീ രാജേഷ് നായർ, പ്രൊഡ്യൂസർ അജിത് വിനായക, റൈറ്റർ ഡോക്ടർ അമ്പാടി, DOP സജ്ജാദ് കാക്കു, ആർട്ട് ഡയറക്ടർ രാഗിൽ, കോസ്റ്റ്യൂം ഡിസൈനർ സ്റ്റെഫി സേവ്യർ, ഡോക്ടർ സെറീന കുറുപ്പ് സൈജു കുറുപ്പിൻ്റെ സിസ്റ്ററാണ്. സൈറ കുറുപ്പ് സൈജു കുറുപ്പിൻ്റെ സിസ്റ്ററാണ്. പുള്ളിക്കാരി വോളണ്ടിയർലി ഷീ വോണ്ടഡ് ടു ബി എ വാരിയർ എന്ന് പറഞ്ഞ് നമ്മുടെ
KK Sunil, Mangalam TV, Bureau Chief. Sharath Vinayaka. Editor Rajesh Ashokan. Sir, ഇതെൻ്റെ ഒരു സ്വകാര്യ ഹംഗാരാണ്. And this is for the team Harivarasana. Thank you very much. So thank you very much. So ചേട്ടാ ചെരുപ്പിടണ്ട, വീണ്ടും ഒന്നും കൂടെ ബുദ്ധിമുട്ടിക്കണം. രണ്ട് വാക്ക്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സർ, പിന്നെ ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും ശബരിമല ബേസ്ഡ് ആയിട്ടുള്ളൊരു കഥയിൽ അഭിനയിക്കാൻ പറ്റുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാളികപ്പുറം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി. മാളികപ്പുറം ഫസ്റ്റ് ഡേ മോർണിംഗ് ഷോ കഴിഞ്ഞിട്ട് വനിത എറണാകുളത്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മ എന്നോട് വണ്ടിയിരിക്കുമ്പം പറഞ്ഞതാണ്, എടാ നിനക്ക് ചില പടങ്ങൾ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളെ കാരണം ചെയ്യാൻ പറ്റാണ്ട് വരാറുണ്ടല്ലോ, നിൻ്റെ ഭാഗ്യമാണ് ഇതിനങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നത്, ഗംഭീര പടമാണ്. അപ്പോൾ അത് പറഞ്ഞാൽ വീണ്ടും ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഗംഭീര പടത്തിൻ്റെ ഭാഗമാണ് ഞാൻ ആകാൻ പോകുന്നതെന്നാണ്. രാജേഷ് നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ 4ാമത്തെ പടമാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. 3 പടത്തിൽ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അജിത്തേട്ടൻ്റെ 2ാമത്തെ പടം സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞൊരു പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അജിത്തേട്ടനെയും ശരത്തിനെയൊക്കെ പരിചയപ്പെടുന്നത്. അജിത് വിനേക ഫിലിംസിൻ്റെ ക്രൂവിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ മണിമുള്ള രാജചേട്ടനുണ്ട്, കൃഷ്ണമാറിയേട്ടനുണ്ട്. ഇവരെയൊക്കെ നിർമ്മിച്ച പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ബ്രദർ തുല്യനായ സുധീർ കരമന ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഞാൻ പെട്ടെന്ന് കണ്ടവരുടെ. കലക്ടർ ബ്രോ, താങ്ക് യു ബ്രോ. എൻ്റെ ലേറ്റസ്റ്റ് മോഹിനിയാട്ടം ഭരതനാട്യമൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ചെന്നിത്തല സാറ്, ഞാൻ ദുബായ് വെച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫംഗ്ഷൻ, ഒരു ബുക്ക് ഫെയറിന് ഇതേപോലെ ഞങ്ങൾ അടുത്തടുത്തിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ അറിയാം, അദ്ദേഹത്തിന് എന്നെ അറിയാമായിരിക്കുമെന്ന് എനിക്കൊരു 50-50 പ്രോബിലിറ്റിയിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, സൈജു നാട്ടിലവിടെ വീടെന്ന് ചോദിച്ചു. എൻ്റെ കിളി പോയി, എൻ്റെ പേരറിയാമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഷോക്ക്ഡായിട്ട് നിന്ന്. എന്നിട്ട് പിന്നെ ഞാൻ റിക്കവറായിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട്, സാർ ഞാൻ ചേർത്തലക്കാരനാണ്, ചേർത്തലാണ് എൻ്റെ വീടെന്ന് പറഞ്ഞു. സോ അതൊരു എന്താണ്, ഗൂസ് ബംസ് എന്നൊരു നിമിഷമായിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. ഈ നമ്മൾ പേരെടുത്ത് വിളിക്കുന്നത് എപ്പോഴും നമുക്ക് ഭയങ്കര, ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ടീച്ചർ നമ്മുടെ പേരെടുത്ത് വിളിച്ചാൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അവിടെ നെഞ്ചൊക്കെ ഒന്ന്
വീർക്കും. അപ്പോൾ അതുപോലത്തെ ഒരു സന്തോഷമായിരുന്നു എനിക്ക് കിട്ടിയത്. എനിവേസ്, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇവിടെ വന്ന മീഡിയാസ്, പിന്നെ നമ്മുടെ അതർ ഗസ്റ്റ്, എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉറപ്പായിട്ടും ഞങ്ങൾ ഈ ടീമിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഇതിൻ്റെ റൈറ്റർ ഡോക്ടർ അമ്പാടി, അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ പോക്രി സൈമണിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പോക്രി സൈമൺ ഒരു വേറൊരു എക്സ്ട്രീം രീതിയിലുള്ളൊരു സിനിമയാണ്. ഹരിവരാസനം വേറൊരു എക്സ്ട്രീമാണ്. അതായത് ഏത് രീതിയിലുള്ള ജോണറിലുള്ള സിനിമകളായാലും അദ്ദേഹത്തിന് അത് വളരെ നല്ലപോലെ എഴുതാൻ പറ്റുമെന്ന് അദ്ദേഹം തെളിയിക്കും. ഹരിവരാസനത്തിൽ ഞങ്ങളുടെ മുമ്പിൽ ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട്. ചില സ്ക്രിപ്റ്റ് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇത് സിനിമയായിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കും ബോധ്യമാവും അദ്ദേഹത്തിന് ഏത് ജോണറിലുള്ള കഥയും വഴങ്ങുമെന്നുള്ളത്. എനിവേസ്, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഇനി ഒരാളെ വിളിക്കാതെ ഈ ഒരു ദിവസം പൂർത്തിയാവില്ല. മലയാള സിനിമയിലെ ആക്ടർ, പ്രൊഡ്യൂസർ, മലയാള സിനിമയിലെ നമ്മളെ ഈ കൂട്ടത്തിൽ അല്ല, ഇപ്പം തന്നെ മലയാള സിനിമയുടെ ഒരു കാരണവർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ശ്രീ മണിയമ്പിള്ള രാജു ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കാണ് രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട്. സ്വാമി ശരണം. ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ, രഞ്ജു കുറുപ്പ്, പിന്നെ ഡയറക്ടർ രാജേഷ് നായർ, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധർ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ. ഈ ഫ്ലോറിൽ ഒരുപാട് ഹിറ്റ് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അരപ്ലസ് അരങ്കിന്നറുണ്ട്, ഇത് ഞങ്ങളുടെ കഥ, അങ്ങനെ നിരവധി പടങ്ങൾ. ആദ്യമായിട്ട് ഈ ഫ്ലോർ ഇനാഗുറേറ്റ് ചെയ്യുന്ന 42 വർഷങ്ങൾക്ക് മുമ്പ് കരുണാകരൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിയാണ് ഇവിടെ ഈ സ്റ്റുഡിയോ കാര്യങ്ങളെല്ലാം വന്നത്. അപ്പോൾ വൈകുന്നേരം 4 മണിക്ക്, അപ്പോൾ മേക്കപ്പ് ഇട്ട് ഞാനും മുകേഷും ജഗയും ഈ ഇടയ്ക്ക് മരിച്ചുപോയ സന്തോഷ് കുമാറുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ കരുണാകരൻ സാർ വരും. ലൈറ്റിൻ്റെ ഈ ഗോഡ ഇപ്പോൾ ഇത്രയും ഹൈറ്റില്ല, അത് കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പോൾ അതിലൊരു നടന്നു പോയിട്ട് അത് ഒടിഞ്ഞ് താഴെ വീണു. ഞങ്ങളെല്ലാം പേടിച്ചു. അപ്പോൾ കരുണാകരൻ സാർ കുഴപ്പമില്ല, ഒന്നും പറ്റിയില്ല, ചെറിയ കുഴപ്പമില്ല, ഇത് ഐശ്വര്യമാണ്, രക്തം കണ്ടതല്ലേ, നന്നായിട്ട് ഒരു ഇതിനകത്ത് എടുക്കുന്നതൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞിട്ട്. അന്ന് ആദ്യം എടുത്ത സിനിമയാണ് 42 വർഷം മുമ്പ് ഇത് ഞങ്ങളുടെ കഥ. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ഇവിടെ പ്രിയദർശൻ്റെ പടങ്ങൾ, അപ്പോൾ ഒരുപാട് ഹിറ്റ് പടങ്ങൾ, രാശിയുള്ള സ്ഥലമാണ്. പലരും ഇത് അറിയാതെ കിടക്കുകയാണ്. ഇവിടെ എടുത്ത പടങ്ങളൊക്കെ 90% ഓടിയിട്ടുണ്ട്. ഈ ഫ്ലോറിൽ സെറ്റ് ഇട്ടിട്ടുള്ള ഒരുപാട് ഷോസ് ഉണ്ട് ഓരോ ചാനലിൽ, അതെല്ലാം ഒരുപാട് ദിവസം പിന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സാധാരണ ഹോളിവുഡ് സിനിമകൾക്കാണ് സിനിമ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന് വളരെ എക്സ്പെൻസീവായിട്ട് തന്നെ അതിൻ്റെ മീനിയേച്ചർ ഉണ്ടാക്കും. ഇന്ത്യയിൽ അങ്ങനെ ചെയ്യുന്ന എനിക്കൊന്ന് സാബുസുൽ മാത്രമേ ഉള്ളൂ, വേറെ ആരും കണ്ടില്ല. പക്ഷേ ഇതിൻ്റെ തിരക്കഥ വായിക്കാനായിട്ട് രാജേഷ് നായരുടെ ഓഫീസിൽ പോയപ്പോൾ, ബ്യൂട്ടിഫുൾ ഓഫീസല്ല, ഓഫീസിൽ പോയപ്പോഴത്തേക്കും അവിടെ എനിക്ക് മീനിയേച്ചർ ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ചേട്ടാ ഇത്രയും പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയാലേ ഇത് നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് ആണി അടിച്ചിട്ട് അത് തള്ളിയിരിക്കുന്ന പട്ടിയിൽ ഇങ്ങോട്ട് ഇരിക്കുന്നതൊന്നും ശരിയാവില്ല. അപ്പോൾ ആദ്യമേ അവിടെ നിന്ന് ഇവരെ ഹോംവർക്ക് തുടങ്ങി. അപ്പോഴേ ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇങ്ങനെ ആയിരിക്കില്ല, ലൈറ്റപ്പൊക്കെ ചെയ്ത് വന്ന് ഗ്രീൻ മാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഒറിജിനൽ ഒരു മനുഷ്യനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ സിനിമ ഒരു വിജയമായിരിക്കും. കാര്യം ഇതിൻ്റെ ഒരു കഥയിൽ തന്നെ ആൾക്കാരുടെ എന്താ പറയുക, മനസ്സ് പിടിച്ചു കിട്ടുന്ന കുറേ ഐഡിയകളുണ്ട്. സ്നേഹബന്ധം, ഭക്തി, റിലേഷൻഷിപ്പ് എല്ലാം ഇതിനകത്തുണ്ട്. ഞാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കഥ മുഴുവൻ വെളിയിലാവും, അതൊന്നും പറയുന്നില്ല. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല. ഈ പടം ഒരു വൻ വിജയമാകട്ടെ. ഇതിൻ്റെ കൂടെ ഉള്ളവരെല്ലാം, ഈ തൂഫാനിലുള്ളവരെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം, ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് ബാഡ്ജ് കൊടുത്തു. എന്നെ മാത്രം അതിൽ നിന്ന് ഒഴിവാക്കി. എനിക്ക് സെറ്റിൽ അഴിഞ്ഞാടാം, ചുരുക്കി പറയാം. ഒന്നും വേണ്ട, എല്ലൊന്നും കാര്യമില്ല. ഞാൻ മുളക് അടിക്കുന്ന ആളായിരുന്നു. 2022 ഇതെല്ലാം നിർത്തിയാണ് എനിക്ക് അസുഖം വന്നതിന് ശേഷം. എന്നിട്ടും ഒരു വണ്ടി തെറ്റിയപ്പോൾ മീഡിയക്കാർ മുഴുവൻ പറഞ്ഞു വെള്ളം അടിച്ച് വണ്ടി അടിച്ചത്. ഇനിയിപ്പോൾ ഇത് ഭാഗ്യം വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കാം വൈകുന്നേരമൊക്കെ, എല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇന്ന് ഇങ്ങനെ ഒരു നല്ല ഐശ്വര്യമായിട്ട് രമേശ് സാർ എന്നെ വന്നതൊക്കെ ചെയ്തല്ലോ. അപ്പം എല്ലാ ആശംസകളും നേരുന്നു, വിജയങ്ങളും നേരുന്നു. അതുപോലെ സ്വാമി അയ്യപ്പൻ ഈ പടത്തിൻ്റെ കൂടെ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. ചേട്ടാ, തൂഫാൻ ബാഡ്ജ് ഞങ്ങൾ മറന്നതല്ല, ചേട്ടൻ അതിനൊക്കെ മേലെയാണ്. ചേട്ടനെ പോലുള്ള ഒരാൾക്ക് നമ്മൾ ഈ ഒരു ബാഡ്ജ് തരിക എന്ന് പറയുന്നത് തന്നെ നാണക്കേടല്ലേ? ബിക്കോസ് ഞങ്ങളെല്ലാം നേർവഴിക്ക് നടത്തുന്നതും ഇതുപോലെയുള്ള നല്ല നല്ല കഥകൾ പറഞ്ഞു തരുന്നതും മലയാള സിനിമയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നതും നിങ്ങളെ പോലുള്ളവരാണ്. അപ്പോൾ നിങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങൾ കാണിച്ചെന്ന വഴിയിലൂടെ ഞങ്ങളും വാരിയേഴ്സ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.
അടുത്തതായി ഞങ്ങളുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് അവർ ഓൺ ഡയറക്ടർ രാജേഷ് നായർ. പ്ലീസ് വെൽക്കം സർ. നമസ്കാരം. ഒരുപാട് ദീർഘിപ്പിക്കുന്നൊന്നുമില്ല. ആക്ച്വലി ഇത്രയും പേരെ കണ്ടപ്പോൾ വളരെ സന്തോഷം. തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മ അങ്ങനെ ഒരു ഫംഗ്ഷനോ പരിപാടിക്കൊന്നും പോകാത്ത ഒരാളാണ്. അപ്പോൾ ഇന്ന് ശബരിമല പരിപാടി ആയതുകൊണ്ടാണ് അമ്മ വന്നത്. വളരെ സന്തോഷം. അപ്പോൾ ഞാൻ സൈജുവിൻ്റെ കൂടെ ആദ്യം ഒരു പടം ചെയ്യുന്നത് സോൾട്ട് മാംഗോ ട്രീ എന്ന സിനിമയാണ്. അന്ന് ഞങ്ങൾ തമ്മിലൊരു ഒരു ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 പടത്തിലും ഓരോ ദിവസം 2 ദിവസം വെച്ചിട്ടാണ് ഞാൻ സൈജുവിനെ വിളിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു പടത്തിൽ വെച്ച് എന്നോട് പറഞ്ഞിടാ നീ എന്നെ ഈ 1 ദിവസം 2 ദിവസം പറഞ്ഞ് വിളിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ സൈജുവിന് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല. അന്ന് ഞാൻ സൈജുവിനോട് തിരിച്ചൊരു മറുപടി പറഞ്ഞിരുന്നു, ഇല്ല ഇനി ഞാനങ്ങനെ വിളിക്കില്ല, ഇനി ഞാൻ വിളിക്കുമ്പോൾ നീ നായകനായിരിക്കും, ആ സിനിമയ്ക്ക് വിളിക്കുമെന്ന് പറഞ്ഞു. ഇത് ഇപ്പോൾ ഒരു വർഷം മുമ്പ് നമ്മൾ കഥ കേട്ട് ഇത് എഗ്രി ചെയ്ത് സൈജു ആണ് ഇതിൻ്റെ നായകനെന്ന് തീരുമാനിച്ച് ഞങ്ങളോടൊപ്പം ഇതിൻ്റെ സ്ക്രിപ്റ്റിലും എല്ലാം ഒരുപാട് കൂടിയിരുന്ന ഒരാളാണ്. എനിക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പുറത്തുനിന്ന് ഇവിടെ വന്ന് സിനിമ ചെയ്ത ഒരാളാണ്. ഇവിടുത്തെ സിനിമ ഒരുപാട് പരിചയമൊന്നുമില്ല. അപ്പോൾ സിനിമയിൽ കണ്ടു പഴകിയ ആൾക്കാരിൽ നിന്നും വളരെ വിപരീതമായി ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ അപ്രോച്ചിൽ ഒരുപാട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു ആക്ടറാണ് സൈജു. അതങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. നാളെ നിങ്ങളൊരു മെഗാസ്റ്റാറും ഒക്കെ ആകുമ്പോഴും അത് കീപ്പപ്പ് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വളരെ ചെറിയൊരു ഇതേ ഉള്ളൂ എനിക്ക് എൻ്റെ ക്രൂവിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് ഇതിൻ്റെ റൈറ്റർ ഡോക്ടർ അമ്പാടി, ക്യാമറമാൻ സജാദ് കാക്കു, ഫ്രണ്ടിൽ കൂടെ വരണം, എഡിറ്റർ അശോകൻ, അജീഷ് അശോകൻ വന്നോട്ടെ, ആർട്ട് ഡയറക്ടർ രാഖിൽ വരൂ, ചീഫ് അസോസിയേറ്റ് പാർത്ഥൻ, അസോസിയേറ്റ് നിതീഷ്, കോസ്റ്റ്യൂം സ്റ്റെഫി സേവിയർ, ഞങ്ങളുടെ ബ്യൂട്ടി ക്വീൻ, നമ്മുടെ ഹസനക്ക ഇപ്പം ഹസൻ സ്വാമി എന്ന് എല്ലാവരും വിളിക്കുന്നത്, പ്ലീസ് കം, സ്റ്റിൽ ജെഫിൻ സ്വാമി, ഐ തിങ്ക് എല്ലാവരും ആയോ? ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഓക്കെ. ഇനി നമ്മുടെ വളരെ അടുത്ത നമ്മുടെ വയ ഫിലിംസിൻ്റെ CEO ഉഷ രാജേഷ്. അതല്ല പറഞ്ഞതെന്ന് പറയാം, അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ സജി, വയ ഫിലിംസിൻ്റെ മാനേജറാണ് സജി, ഒന്ന് വരിക. അതോടൊപ്പം തന്നെ നമ്മുടെ ശശി പൊതുവാൾ, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ, ആൻഡ് ഷിബു, ഞങ്ങളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ക്രിയേറ്റീവ് ടീം. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഓരോരുത്തരെയും പേരെടുത്തൊക്കെ പറഞ്ഞ് നന്ദി പറയുന്നത് അത് ഒരു പഴയ പരിപാടിയാണ്. അതൊന്നും വേണ്ട. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വളരെ അടുത്തട്ടിൽ നിന്ന് ശശിയേട്ട വരും, ഷിബുവിടെ, സജി കയറി വരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി പറയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നിങ്ങളെ 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഈ സിനിമയിൽ വളരെ പ്രധാന ക്യാരക്ടർ ചെയ്യുന്ന ഞങ്ങളുടെ നായികയായിട്ടുള്ള ശ്രീ സിത്താര വിജയൻ. പ്ലീസ് കൻ കം ഓൺ സ്റ്റേജ്. അപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ ആരോടും പിന്നെ സിത്താര ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നായിക എന്ന് പറഞ്ഞപ്പോൾ അപ്പം തൊട്ട് കണ്ണും ഉരുട്ടി ദേഷ്യഭാവത്തിലിരിക്കുന്ന ഞങ്ങളുടെ 2ാമത്തെ നായിക ഈവ. പ്ലീസ് കം ഓൺ സ്റ്റേജ്. കണ്ടോ, 2ാമത് വിളിച്ചുകൊണ്ട് വരാനൊരു മടിയാണ്. എന്നോട് ആദ്യം പറഞ്ഞു എന്നെ ആദ്യം വിളിക്കുന്നെന്ന്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഹൈവരാസത്തിലൂടെ സമർപ്പിക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഞങ്ങൾ മനസ്സിൽ കണ്ട ഒരു ക്യാരക്ടർ 240ഓളം കുട്ടികളെ ഞങ്ങൾ ഓഡിഷൻ ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തതാണ് ഇവയെ. ഇതാണ് ഞങ്ങളുടെ ഹരിവരാസനത്തിലെ മെയിൻ അഭിനേത്രി അല്ലേ? മോളൊന്ന് പറഞ്ഞു എല്ലാവരോടും നന്ദി പറഞ്ഞു. എല്ലാവരോടും എനിക്ക് നന്ദി പറയണം. അല്ല അങ്ങനെ പറയല്ല, എനിക്ക് അഭിനയിച്ചതിനോട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ പലരെയും വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല. പല പടങ്ങളും ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് ഇത് 2ാമത്തെ പ്രൊഡക്ഷൻ ഹൗസാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒന്ന് വിജയബാബുവിൻ്റെതായിരുന്നു, അതും വളരെ പ്രൊഫഷണലാണ്. പക്ഷേ ഇതെടുത്ത് പറയേണ്ടത് ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങളൊരു കഴിഞ്ഞ 42 ദിവസം എടുത്തു ഈ സെറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓൾമോസ്റ്റ് 45 പേര് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുമായിരുന്നു. അജിത് വിനായക ഫിലിംസ്, എനിക്ക് തോന്നുന്നു
ഐ എം എക്സ്ട്രീംലി ഹാപ്പി ടു ബി അസോസിയേറ്റഡ് വിത്ത് അജിത് വിനായക ഫിലിംസ്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ. മിസ്റ്റർ ശരത്, അതായത് ഒരു 3 തവണയോ മറ്റോ ആണ് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളത്, പക്ഷേ ബാക്കിയെല്ലാം ഫോണിലൂടെയാണ്. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ, അത്രയ്ക്കും പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ശരത് ഫോർ ഹാൻഡ്ലിങ് എവറിത്തിങ് ഇൻ എ വെരി ഡീസൻറ്റ് ആൻഡ് ആബ്സലൂട്ട്ലി പ്രൊഫഷണൽ വേ. ജോൺ, പിന്നെ JK, ഇവരൊക്കെ ആക്ച്വലി ഞാൻ പറഞ്ഞ JK ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പക്ഷേ നമ്മളൊരു കാര്യത്തിന് ഒരു വിളിപ്പുറത്തുണ്ട്, അവർ തൊട്ടടുത്തിരിക്കുന്ന ഒരു സഹോദരനെ പോലെ കൂടെയുണ്ട്. പിന്നെ ഇത് തുടങ്ങിയ സമയത്ത് രഞ്ജിത്ത് കരുണാകരൻ, രഞ്ജിത്തിന് വേറൊരു പടം വന്നതുകൊണ്ടാണ് രഞ്ജിത്ത് നിന്ന് മാറേണ്ടി വന്നത്. അപ്പോൾ രഞ്ജിത്ത്, ഞാൻ നിങ്ങളെ ഓർക്കുന്നു, നിങ്ങളുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ നന്നായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതിൽ നമുക്ക് ഉണ്ടാവാം ഒന്നിച്ച്. സോ പിന്നെ സുബിൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അജിത് വിനായക ഫിലിംസ് എത്രത്തോളം പ്രൊഫഷണലാണ് എന്ന് പലർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഒരിക്കൽ നിങ്ങൾ അവരോട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രൊഫഷണലാസ് മനസ്സിലാക്കുന്നത്. ഐ എം എക്സ്ട്രീംലി ഹാപ്പി. അതായത് ഇറ്റ്സ് നോട്ട് ഈസി. അതായത് ഇത്രയും വലിയൊരു സെറ്റ് ഇടുകയാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്കറിയാം, പണ്ടൊരു കമ്പി മേടിക്കാനായിട്ട് നമ്മൾ കൊടുക്കുമ്പം 2 mm ഒരു 40-40 അയൺ പറഞ്ഞു കഴിഞ്ഞാൽ 1.5 mm വരുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും 2.5 mm വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, 2 mm ആണല്ലോ നമ്മൾ പറഞ്ഞത്. അതല്ല, 10-200 പേര് കയറുന്നതല്ലേ, നമ്മൾ ആ ഒരു റിസ്ക് എടുക്കണ്ട. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് പ്രോസസ് കൂടെ ഉള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെ വളരെ സന്തോഷനാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഹരിവരാസനം തിയേറ്ററിൽ വന്ന് കാണണം. അയ്യോ, ഇതിൻ്റെയൊക്കെ പുറകിൽ നിന്ന ആളെ ഞാൻ വിട്ടുപോയി. അഞ്ജന, ഞങ്ങളുടെ വായ ഫിലിംസിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. താങ്ക് യു സോ മച്ച് അഞ്ജന ഫോർ കണ്ടക്ടിങ് ഓൾ ദിസ്. എല്ലാവരോടും നന്ദി. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. എല്ലാവരും സിനിമയിൽ തിയേറ്ററിൽ പോയിട്ട് കാണണേ. താങ്ക് യു സോ മച്ച് ടീം ഹരിവരാസനം. വൺ മേജർ പാർട്ടേഴ്സ് നമ്മൾ പറയേണ്ട മുഖ്യമായ ഒരാൾക്കാർ കൂടി ഉണ്ടായിരുന്നു, നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ. ഒരു സിനിമയെ നന്നാക്കുന്നതും അതിനെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും അതിന് വേണ്ട രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും നിങ്ങളാണ്. നിങ്ങളുടെ ഒരു പ്രസൻസ് നമുക്ക് എപ്പോഴും വളരെ പ്രഷ്യസ് ആണ്. അപ്പം ഈ ഒരു സിനിമയുടെ ഉടനീളം ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതുവരെ ഇവിടെ വന്നതും ഇത്ര നേരം ഇരുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ യുവർ പ്രസൻസ്.
അവിടെ ആരും ചെരുപ്പിട്ട് കയറുമെന്ന് പറഞ്ഞു. നേരത്തെ നിന്നിൻ്റെ ഓപ്പോസിറ്റ് കാര്യമായ രീതിയിൽ